കൊല്ലംകോണം സ്വദേശി വിസ്മീറിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ 24-ന്. കടുത്ത ശ്വാസതടസ്സം നേരിട്ടിട്ടും വിസ്മീറിന് വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. നിലവിളിച്ച് കരഞ്ഞിട്ടും ആരും സഹായിക്കാൻ തയ്യാറായില്ലെന്ന് ഭാര്യ ജാസ്മിൻ. ശ്വാസതടസ്സത്തെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച രോഗിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ. ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയതിനെ തുടർന്ന് 10 മിനിറ്റിലധികമാണ് ആശുപത്രി വരാന്തയിൽ വിസ്മീറിനും ഭാര്യയ്ക്കും കാത്തു നിൽക്കേണ്ടി വന്നത്. നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ സഹായിച്ചില്ലെന്നും വിസ്മീറിന്റെ ഭാര്യ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പൊ ബോധം പോയി, മൂക്കിൽ ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല. ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കണെന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം നമുക്ക്. എന്താന്ന് വെച്ചാൽ അത് ഒരു ജീവൻ ഇങ്ങനെ കിടന്ന് പടയ്ക്കുമ്പോൾ, ഒരു ശ്വാസത്തിന് വേണ്ടി ഒരു ജീവൻ തന്നെ കിടന്ന് പടയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഡോക്ടറാണ് അത് കണ്ടുകൊണ്ട് പ്രതികരിക്കാതെ നിൽക്കുകയാണ്. ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഈ ഡോക്ടറേറ്റ് ഒക്കെ പഠിച്ച് വലിയ എന്താ പറയണ്ടേ എന്നൊക്കെ. നമ്പർ 1 കേരളമൊക്കെയാണ്, പക്ഷെ ജീവനും സ്വത്തിനും സുരക്ഷിതയില്ലേ നമ്മുടെ ഈ നാട്ടിൽ. സുഹൃത്തുക്കൾ, ഇതൊക്കെ മാറണം. അത് മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കും നമ്മളെല്ലാവരും.